സ്റ്റാർ മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട. അത് ബി.ജെ.പി സംബന്ധിച്ചോളം നേരത്തെ പറഞ്ഞതുപോലെ ജയവും തോൽവിയുമല്ല, എത്രത്തോളം വോട്ട് നേടാൻ കഴിയുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് ശബരിമല വിഷയം കൂടി അതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് അത് ബി.ജെ.പിയെ സംബന്ധിച്ചോളം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പോലും അത് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി മാറുന്നു. ഇതിനകത്ത് ആന്റോ ആന്റണി UDF-നകത്തുണ്ടായിരുന്ന ഒരു സ്പ്ലിറ്റ്, എന്നിട്ടും ആന്റോ ആന്റണി തന്നെ വീണ്ടും കാൻഡിഡേറ്റ് ആകുന്നു. അങ്ങനെ ഒരു ചെറിയ ഒരു സാധ്യത കുറവ് ഒരു വശത്ത് നിൽക്കുന്നു. അത് UDF ക്യാമ്പുകൾ എത്രത്തോളം നിഷേധിച്ചാലും LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വീണ ജോർജ് വരുന്നു. അവരുടെ ഒരു പ്രതീക്ഷ ഒരു വശത്ത്. ഒപ്പമാണ് ഇങ്ങനെ BJP സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ വരുന്നത്. കൃത്യമായ ഒരു ഇടപെടലോടുകൂടി ശക്തമായ ഒരു ത്രികോണ മത്സരം. തീർച്ചയായും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്ത് ഏറ്റവും അധികം മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലം തീർച്ചയായും പത്തനംതിട്ട തന്നെയാണ്. കഴിഞ്ഞ തവണ MT രമേശ് പത്തനംതിട്ടയിൽ കാഴ്ചവെച്ച പ്രകടനമാണ് BJPക്ക് അവിടെ പ്രതീക്ഷ നൽകുന്നത്. MT രമേശ് കഴിഞ്ഞ തവണ ഈ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ അടക്കമുള്ള വിമാനത്താവളം, പുതിയ വിമാനത്താവളം വരുന്ന അടക്കമുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഗുണം MT രമേശിന് കിട്ടിയിരുന്നു. അതിനേക്കാൾ വലിയ ഒരു ഗുണം, വലിയൊരു ഫാക്ടറി തവണ നിലനിൽക്കുന്നു. അത് ശബരിമല വിഷയം തന്നെയാണ്. ആ MT രമേശ് ഉണ്ടാക്കിയെടുത്ത ഒരു തട്ടകത്തിൽ ശബരിമലയുടെ ഒരു ഗുണം കൂടി വരുമ്പോൾ അത് BJPക്ക് വലിയ നേട്ടം ഉണ്ടാക്കാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് BJPക്കുള്ളത്. അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയുടെ ഭാഗത്ത് തന്നെയാണ്, പ്രതീക്ഷയുടെ പേരിൽ തന്നെയാണ് പത്തനംതിട്ടയിൽ BJPക്കുള്ളിൽ ആ സീറ്റിനായുള്ള ഇത്രയും വലിയ വടംവലി. സംസ്ഥാന പ്രസിഡന്റ് തന്നെ രണ്ട് കാലും ഉറപ്പിച്ച് ഇറങ്ങി നിന്ന് ഈ സീറ്റ് വേണമെന്നുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യമുണ്ടായത്. 3,58,848 വോട്ടുകളാണ് കഴിഞ്ഞ തവണ ആന്റോ ആന്റണി ഇവിടെ നേടിയത്. അവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് അതിന് മുൻപത്തെ തവണ, അതായത് 2009 ആന്റോ ആന്റണിക്ക് ലഭിച്ചത് 4,82,32 വോട്ടുകളാണ്. അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ 2009 നിന്ന് 2014 എത്തുമ്പോൾ തന്നെ ആന്റോ ആന്റണിക്ക് അവിടെ വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നു എന്നുള്ളത് ആന്റോ ആന്റണിയുടെ ഇമേജിന് വലിയ പ്രതിച്ഛായക്ക് വലിയ കോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു. അവിടെയാണ് ഇപ്പോൾ DCC പോലും ആന്റോ ആന്റണിക്കെതിരെ നിൽക്കുകയും കഴിഞ്ഞ തവണ ഇറക്കിയ ഫിലിപ്പോസ് തോമസിന് പകരം ഇത്തവണ വീണ ജോർജിനെ, MLA കൂടിയായ വീണ ജോർജിനെ ഇറക്കുന്നു. തീർച്ചയായും നല്ല മത്സരം അവിടെ നടക്കും. ആ മത്സരത്തിനൊത്ത BJP, LDF-ന്റെയും UDF-ന്റെയും ആ സ്ഥാനാർത്ഥിക്കൊത്ത ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇപ്പോൾ BJP രംഗത്തിറക്കിയിരിക്കുന്നത്. കെ സുരേന്ദ്രൻ അവിടെ നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കും എന്നുള്ള പ്രതീക്ഷ.